നമസ്കാരം. മലയാള സിനിമാ ചരിത്രത്തിൽ പ്രഗത്ഭരായ ഒട്ടനവധി നടീനടന്മാർ കടന്നുപോയിട്ടുണ്ട്. അതിൽ മലയാളി പ്രേക്ഷകർ മറക്കാത്ത ഒരു കലാകാരനുണ്ട്, അച്ഛൻ കുഞ്ഞ് എന്ന അതുല്യനായ കലാകാരൻ. പുതുതലമുറയിൽപ്പെട്ട പലരും പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ ലോറി സിനിമ കണ്ടവർക്ക് അദ്ദേഹത്തെ മറക്കുവാനും കഴിയില്ല. 1980 മുതൽ 1987 വരെ മലയാള സിനിമയിലെ നിറസാന്നിധ്യമായിരുന്നു അച്ഛൻ കുഞ്ഞ്. കോട്ടയം ബോട്ടുജെട്ടിയിൽ ചുമട്ട് തൊഴിലാളിയായ അച്ഛൻ കുഞ്ഞ് നാടക നടനും കൂടിയായിരുന്നു. വിധി എന്ന നാടകത്തിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിച്ചത്. പിന്നീട് KPSC, കേരള TS എന്നീ നാടക സമിതികളിൽ 30 വർഷം അദ്ദേഹം അഭിനയിച്ചു. പത്മരാജൻ കഥയെഴുതി ഭരതൻ സംവിധാനം ചെയ്ത ലോറിയിൽ വേലൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് സിനിമാ ജീവിതം അദ്ദേഹം ആരംഭിച്ചു. വേലനാകാൻ വേണ്ടി നിരവധി പേരെയാണ് പത്മരാജൻ കണ്ടത്. പക്ഷേ അവർക്കാർക്കും പത്മരാജൻ പ്രതീക്ഷിച്ച ഒരു ഭയാനകമായ, ഒരു ക്രൂരത നിറഞ്ഞ മുഖം ഉണ്ടായിരുന്നില്ല. നടൻ ജോസ് പ്രകാശിൻ്റെ സഹോദരൻ പ്രേം പ്രകാശിനോട് പത്മരാജൻ ഇക്കാര്യം പറഞ്ഞു. പ്രേം പ്രകാശാണ് അച്ഛൻ കുഞ്ഞിനെ പത്മരാജന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പത്മരാജൻ അച്ഛൻ കുഞ്ഞിനെ ആദ്യമായി കാണുന്ന കഥ ഇങ്ങനെയാണ്. തിരുവനന്തപുരത്തെ പത്മരാജൻ്റെ വീട്ടിൽ അച്ഛൻ കുഞ്ഞ് വരുമ്പോൾ പത്മരാജൻ ഉറങ്ങുകയായിരുന്നു. ആരോ കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേട്ട് പത്മരാജൻ ഉണർന്നു വന്ന് നോക്കുമ്പോൾ ഒരു ക്രൂര മുഖത്തോടു കൂടിയ ഒരാൾ മുന്നിൽ വന്ന് നിൽക്കുന്നു. ആളെ കണ്ടപ്പോൾ പത്മരാജൻ പേടിച്ചുപോയി. ആ സമയം അച്ഛൻ കുഞ്ഞ് പറഞ്ഞു, ഞാൻ പ്രേം പ്രകാശ് പറഞ്ഞിട്ട് വന്നതാണ്, എൻ്റെ പേര് അച്ഛൻ കുഞ്ഞ്. സിനിമയിൽ ഒരു ചെറിയ വേഷമുണ്ടെന്ന് കേട്ടു. ഒറ്റ നിമിഷം പത്മരാജൻ അന്തം വിട്ടുപോയി. താൻ ആഗ്രഹിച്ചു നടന്ന മുഖം, വേലൻ്റെ മുഖം ഇതാ മുമ്പിൽ നിൽക്കുന്നു. അങ്ങനെ ലോറിയിൽ വേലനായി അച്ഛൻ കുഞ്ഞ് തകർത്തു എന്ന് തന്നെ പറയാം. പിന്നീടങ്ങോട്ട് അച്ഛൻ കുഞ്ഞിൻ്റെ ജൈത്രയാത്ര തന്നെയായിരുന്നു. ലോറി എന്ന ചിത്രത്തിലെ വേലൻ എന്ന കഥാപാത്രത്തിലൂടെ അച്ഛൻ കുഞ്ഞ് സംസ്ഥാന അവാർഡും നേടി. ഇണയെ തേടി, ചൂതാട്ടം, കാട്ടുകള്ളൻ, ചാട്ട, പറങ്കിമല, ഗ്രീഷ്മജ്വാല, ഈ നാട്, കക്ക, പടയോട്ടം, അഹിംസ, ഹിമവാഹിനി, പ്രേംനസീറിനെ കാണാനില്ല, നിഴൽ മൂടിയ നിറങ്ങൾ, സന്ധ്യമയങ്ങും നേരം, ആട്ടക്കലാശം തുടങ്ങി ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമിട്ടു. വ്യത്യസ്തമായ മുഖവും അഭിനയ ശൈലിയും അദ്ദേഹം മറ്റു നടന്മാരിൽ നിന്നും വേറിട്ടു നിന്നു. അച്ഛൻ കുഞ്ഞിന് ആരെയും അനുകരിച്ചിട്ടുമില്ല, അച്ഛൻ കുഞ്ഞിനെ അനുകരിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ അഭിനയ ശൈലിയെ അനുകരിക്കാൻ ആർക്കും സാധ്യവും അല്ലായിരുന്നു. പത്മരാജൻ സംവിധാനം ചെയ്ത അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിലായിരുന്നു അവസാനം അദ്ദേഹം അഭിനയിക്കുന്നത്. ആ ചിത്രത്തിലും വളരെ പ്രത്യേകം നിറഞ്ഞ ഒരു വേഷമാണ് അദ്ദേഹം ചെയ്തത്. 1987 ജനുവരി 16 56-ാമത്തെ വയസ്സിൽ അച്ഛൻ കുഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞു. അച്ചാമ്മയാണ് ഭാര്യ, ഷാജൻ, ഇസമ്മ എന്നിവരാണ് മക്കൾ. ഒരുപാട് വേഷങ്ങൾ ബാക്കി വച്ചാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. ധാരാളം സിനിമയിൽ അഭിനയിച്ചു എങ്കിലും ജീവിതത്തിൽ വലിയ സമ്പാദ്യമൊന്നും അദ്ദേഹം നേടിയില്ല. എന്തായാലും രൂപത്തിലും അഭിനയത്തിലും അദ്ദേഹം വേറിട്ടു തന്നെ നിന്നു. ആ വലിയ കലാകാരനെ മലയാള സിനിമ ആസ്വാദകർ ഒരിക്കലും മറക്കില്ല, സിനിമയുള്ള കാലത്തോളം.